ഉറുവറിക്ക് ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവും ആരാണ് കൂടുതൽ തവണ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണിയിട്ടില്ല. രണ്ടുപേരും മത്സരിച്ചാണല്ലോ, അതുകൊണ്ട് രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത്, വേറെ ആരും അറിഞ്ഞില്ല. ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ? അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ? 2022-23 മദ്യനയം, ആ മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത്? ഇന്ത്യൻ നിർമ്മിത വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ കോട്ടിയാണ്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈഅപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖമാണ്. മദ്യനയം നിങ്ങളെല്ലാം റിപ്പോർട്ട് അത് സംബന്ധിച്ച പ്രസ്താവന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇറക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, ഒരു കമ്പനി മാത്രം അറിഞ്ഞു. പച്ചക്കള്ളമല്ലേ ഇത്? അതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞതുപോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നാണോ പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട്? അവരവർ പറഞ്ഞതെങ്കിലും ഓർമ്മ വേണ്ടേ? ഈ നയത്തെക്കുറിച്ച് അവരുടെ പ്രസ്താവനയുണ്ടല്ലോ, അത് രേഖയിലുള്ളതല്ലേ? ഇത് 2022-23 മദ്യനയമാണ്. 23-24 മദ്യനയത്തിൻ്റെ ആമുഖം പാരാ 8, സംസ്ഥാനത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. മനസ്സിലായില്ലേ? എന്താ മറച്ചു വെച്ചിട്ടുള്ളത്? എന്ത് രഹസ്യാത്മകതയാണ് ഇതിലുണ്ടായിട്ടുള്ളത്? ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും മദ്യത്തിൻ്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്തുവാനും സാധിക്കും. തുടർന്ന് പറയുന്നു, സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയാണ്. സംസ്ഥാനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാരാ 9, 23-24 പാരാ 9, ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് KSBCയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്താനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റു വിപണികൾ കൂടി കണ്ടെത്താനും ശ്രമിക്കും. പിന്നെ പാരാ 24, സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. എങ്ങനെയാണ് ഇതാരും അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പമാണ്. അറിയാൻ പറ്റില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുണ്ട്, എൻ്റെ കയ്യിൽ അവർ ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനി 2023-24 മദ്യനയം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവ് നമ്പർ 32, സംസ്ഥാനത്തെ വിദേശ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഉത്തരവാണ്. 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 22, നിലവിലുള്ള നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. ആരും അറിയാതെ ചെയ്ത കാര്യമാണോ? 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 24, കേരളത്തിലെ തനത് കാർഷികോൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ്, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും പറയാണ്, ഇതാരും അറിഞ്ഞില്ല, മദ്യനയത്തിലെ മാറ്റം ഇവർ മാത്രമാണ് അറിഞ്ഞത് എന്ന്. ഇവർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ട് അവരിപ്പോൾ പറയുന്നു അറിയില്ല. അത്ര സത്യസന്ധതയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ
ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വിശദീകരിക്കാത്ത ചോദ്യം വരുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ്. ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം എല്ലാം വായിച്ചു. അപ്പോൾ അതിലിങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാം.